ലൈഫ് പദ്ധതിയിൽ ഗുണഭോക്താക്കൾ 1 ലക്ഷം രൂപ മുടക്കണം. ഭവന സഹായം 3 ലക്ഷമായി വെട്ടിക്കുറച്ചു. സർക്കാർ ഉത്തരവിനെതിരെ തുറന്നടിച്ച പ്രതിപക്ഷ നേതാവ്. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്ന ഗുണഭോക്താക്കൾ 1 ലക്ഷം രൂപ സ്വന്തം നിലയിൽ കണ്ടെത്തണമെന്ന സർക്കാർ തീരുമാനം പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF സർക്കാർ നടപ്പാക്കിയ 4 ലക്ഷം രൂപയുടെ ഭവന സഹായം 3 ലക്ഷമായി വെട്ടിക്കുറച്ചെന്നും അദ്ദേഹം ആരോപിച്ചു. ഗുണഭോക്താക്കൾക്ക് അധിക സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന ഉത്തരവ് സർക്കാർ പിൻവലിക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലവിലെ ലൈഫ് PMAY പദ്ധതിയിൽ ഒരു വീടിന് 4 ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത്. ഇതിൽ 1.5 ലക്ഷം രൂപ കേന്ദ്ര സഹായവും 2.5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നുമാണ് നൽകിയിരുന്നത്. ഗുണഭോക്താവിന് സ്വന്തം നിലയിൽ പണം കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ പുതിയ തീരുമാനപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം കുറയ്ക്കുകയും പദ്ധതി തുകയുടെ 25%മായ 1 ലക്ഷം രൂപ ഗുണഭോക്താവ് തന്നെ കണ്ടെത്തണമെന്ന വ്യവസ്ഥ കൊണ്ടുവരികയും ചെയ്തെന്നാണ് ആരോപണം. ഇതോടെ 4 ലക്ഷം രൂപയുടെ ഭവന പദ്ധതി ഫലത്തിൽ 3 ലക്ഷം രൂപയായി ചുരുങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. PMAY 2ാം ഘട്ടം നടപ്പാക്കുന്നതിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിന്റെ ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നിബന്ധനകൾക്ക് സംസ്ഥാന സർക്കാർ വഴങ്ങുകയാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു. കേന്ദ്രം നൽകുന്ന 1.5 ലക്ഷം രൂപയുടെ സഹായത്തിന് പകരമായി പാവപ്പെട്ടവരുടെ വീടുകളിൽ കേന്ദ്ര ലോഗോയും എംബ്ലവും പതിപ്പിക്കണമെന്ന നിബന്ധന അംഗീകരിക്കുന്നത് ഗുണഭോക്താക്കളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. LDF സർക്കാരിന്റെ കാലത്ത് ലൈഫ് പദ്ധതിയിലൂടെ 5 ലക്ഷത്തിലേറെ വീടുകൾ പൂർത്തിയാക്കിയതായി പിണറായി വിജയൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ 3.72 ലക്ഷം വീടുകളും പൂർണ്ണമായും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നാണ് നിർമ്മിച്ചത്. ഈ വീടുകൾക്ക് കേന്ദ്ര വിഹിതം ലഭിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. PMAY വഴി 93,600 വീടുകൾക്ക് 1.5 ലക്ഷം രൂപ വീതവും PMAY ഗ്രാമം വഴി 34,600 വീടുകൾക്ക് 72,000 രൂപ വീതവുമാണ് കേന്ദ്ര സഹായമായി ലഭിച്ചത്. 4 ലക്ഷം രൂപ തികയ്ക്കാനുള്ള ബാക്കി തുക സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നാണ് നൽകിയതെന്നും പിണറായി വിജയൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കെ അവരുടെ ഫണ്ട് പുനഃസ്ഥാപിക്കുന്നതിന് പകരം ഗുണഭോക്താക്കളിൽ നിന്ന് പണം ഈടാക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കേന്ദ്ര വിഹിതമായ 450 കോടി രൂപ നഷ്ടപ്പെടാതിരിക്കാനാണ് പുതിയ തീരുമാനമെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദവും പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു. ഭവനരഹിതമായ സാധാരണക്കാരുടെ മേൽ അധിക സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന തീരുമാനം പിൻവലിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രധാന ആവശ്യം.